മോർണിംഗ്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ള ദിവസമാണ്, ഭയങ്കര തിരക്കിന്റെ ദിവസമാണ്. എന്തൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നോക്കാം, പറ്റുന്നിടത്തോളം നമുക്ക് അത് ഒപ്പിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഉറക്കം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, മുടി പോലും ചീകിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ഒരു ചായ എടുക്കാൻ പോവാണ്. ഓക്കെ, സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്ന കെറ്റിൽ ചായ തന്നെയാണ് ഇന്നത്തെയും ചായ. അല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ ചായ ഉണ്ടാക്കിയിപ്പില്ല, അങ്ങനെ ഇപ്പൊ ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അതാണ് എന്റെ ചായ. ഓൾറെഡി ഞാൻ ടീ ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആപ്പിൾ ചൂട്ടിലാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിക്കാം. കിളികളുടെ സ്വരമൊക്കെ കുറിച്ച് ചായ കുടിക്കുന്നത് നല്ല രസമാണ്. ഇങ്ങനെ കാപ്പിയും കുടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് നാട്ടിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സുഖകരം. ഒത്തിരി പണിയുണ്ട് ഇവിടെ, എല്ലാം മെസ്സപ്പ്. നമ്മുടെ പരിപാടി പള്ളയുണ്ട് പുറകില്, അതൊക്കെ ഒന്ന് പറിച്ചു കളയുക, ഇവിടുത്തെ പെബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. കുറേ ചപ്പുകൾ കിടപ്പുണ്ട്, അത് കത്തിക്കണമെന്നുണ്ട്. നോക്കട്ടെ, അതെല്ലാം ഒന്ന് കളയണം. നന്നായിട്ട് ഉണങ്ങിയാലേ കത്തുള്ളൂ കേട്ടോ. ഇത് കത്തിക്കുന്നതിന് ഇവിടെ കുഴപ്പമില്ല. ഇനി ആർക്കെങ്കിലും അത് കണ്ടിട്ട് അയ്യോ കത്തിക്കാൻ പറ്റുമോന്ന്, നമ്മള് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഇച്ചിരി പറമ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് അടുത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നാല് മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കുറച്ചുണ്ട്, അത് കത്തിക്കാനുണ്ട്. നമ്മൾ ഇത് കെട്ടി പിന്നെ ഇവിടെ അവിടെ പോയിരിക്കുന്നില്ലല്ലോ, അവിടെ ഇല്ല. ഇത് ഈ തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇരിപ്പ് അല്ലെങ്കിൽ എന്നെ ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് ഓടി എനിക്ക് ആ മരത്തിന്റെ ചോട്ടില് എന്റെ എല്ലാ പരിപാടികളും. ഇപ്പൊ അതിപ്പോ ആ പണി നിർത്തി വെച്ചോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിനെ ഉപേക്ഷിച്ച പോലെ തോന്നുന്നു. ഇപ്പൊ എല്ലാരും ഇതിന്റെ ചോട്ടിലാണ്. ഇവിടെ ഇരിക്കാലോ, വരുന്ന തിരക്കകത്തുനിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇരിക്കാം. അതെ അതെ. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജോലികൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് എനിക്കൊരു മെയിൻ കാര്യം പറയാനുണ്ട്. ഒരു ചാനൽ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരാളുടെ ചാനലാണ്, സൂസ് കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. സ്യൂസ് കിച്ചൺ, SUE. ഞങ്ങൾ എന്തായാലും അതിന്റെ ലിങ്ക് താഴെ തരാം. ഒരുപാട് നല്ല റെസിപ്പീസ് ഒക്കെ ഉള്ള ഒരു നല്ല ചാനലാണ്. ഒരുപാട് നല്ലൊരു ചാനൽ. അതെ, നല്ല പ്രസന്റേഷൻ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സഞ്ജുക്കുട്ടനെ കാണാൻ വേണ്ടി ഒരാൾ വേണം, രാവിലെ വന്നിരിപ്പുണ്ട്. സഞ്ജുക്കുട്ടനെ കാണാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. എന്താന്ന് വെച്ചാല് രാവിലെ നേരം വെളുക്കുമ്പോഴേ ഇവിടുത്തെ ഞങ്ങളുടെ വീടിന്റെ ആ ഫെൻസേ കയറി അങ്ങിരിക്കും. ആ ഫെൻസിന്റെ എഡ്ജ് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു പല കഷ്ണത്തിന്റെ എഡ്ജ്. അവത്തെ കയറി അങ്ങിരിക്കുവേ. ചിലപ്പോൾ അവത്തെ ഇരുന്ന് തന്നെ അങ്ങ് ഉറങ്ങുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവിടുന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കിച്ചൺ കാണാൻ പറ്റും. കിച്ചണിലേക്ക് നോക്കിയിരിക്കും. രാവിലെ ആൾക്കാർ ഞങ്ങളുടെ കിച്ചണിൽ വരുമ്പോഴത്തേക്കും എപ്പോഴാണ് കഥക് തുറക്കുന്നത് നോക്കിയിരിക്കും. ആ സഞ്ജു വന്നിട്ട് ആ കഥകിന്റെ ഒരു കീ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കും. ചെറിയ സൗണ്ട് കേട്ടാൽ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവിടുന്ന് ഒറ്റ ചാട്ടം ഇങ്ങോട്ട് ചാടി വന്ന് ഡോറിന്റെ ഇവിടെ നിൽക്കും. നേരെ അകത്ത് കയറിയിട്ടുണ്ടല്ലോ. സഞ്ജുവിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സഞ്ജു വരുമ്പോൾ മാത്രം പൊങ്ങി അങ്ങ് ചാടും, രണ്ട് കാലെ കുത്തി അങ്ങ് ചാടും. ആ ചാട്ടം ഞാൻ കാണിച്ചു തരാം, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ആ രണ്ട് കാലെ കുത്തി ഒരു ചാട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനുള്ള ഫുഡ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുവോ അല്ലെ ഇറങ്ങി പോവോ. ഡെയിലി ഒരു 3-4 പ്രാവശ്യം. രാവിലെ കിളികളുടെ കളനാദം ഒക്കെ കേൾക്കുന്ന നിങ്ങൾ കണ്ടോ? ഇവിടെ എല്ലാം നല്ല പണികളുണ്ട് കേട്ടോ. ഇവിടെ ചെറി കുറച്ച് പേരൊക്കെ വലുതായി വരുന്നുണ്ട്. കണ്ടോ ചെറി കണ്ടോ? ഇത് ആദ്യം നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ആ സംഭവം വലുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റേ കായായിട്ട് നല്ല വലുപ്പമില്ല. ഇത് പഴുത്ത് വരുമ്പോഴാണ് ഇത് നല്ല വലുപ്പം വെക്കുന്നത്. കണ്ടോ? നല്ല രസമില്ലേ കാണാനോ? ഇതിലുണ്ട് കുറച്ച് പേരിങ്ങനെ, രസമാണ്, ക്യൂട്ടായിട്ട്. ഇത് നന്നായിട്ട് അങ്ങ് കറുത്ത കളറിലേക്ക് വരും ഇവർ. എന്താ നല്ല കറുത്ത കളറിലേക്ക് ഇവർ വരും. ചെറി സുന്ദരിമാരല്ലേ ഇവരെ കാണാൻ. പോലെയുണ്ട് ഇവിടെ കണ്ടോ? കുഞ്ഞു തൈയാണ്, പക്ഷെങ്കിൽ അതിൽ ആവശ്യത്തിന് കായണ്ട്. ഇതിൽ നിറച്ചുണ്ടായിരുന്നു, പക്ഷെങ്കിൽ കിളികൾ മുഴുവൻ തിന്നുകൊണ്ട് പോയി, കുറേ തിന്നുകൊണ്ട് പോയി. ഇവിടുത്തെ കിളികളുടെ ബഹളം നിങ്ങൾ കേട്ടോ? അവരെങ്ങാണ്ട് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ചെറി. വലിപ്പമാണ് ആപ്പിളാണ്. അതിപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ, തീരെ പിഞ്ചില്ല. എത്ര നോക്കി നിൽക്കി, ഇനി വലുതാവും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവും. ഞാൻ എന്തെങ്കിലും ഒരെണ്ണം പറിച്ച് നോക്കാം, ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിൽ ഇച്ചിരി വലുപ്പം എന്നുള്ളത് നോക്കിയെടുക്കാം അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന പോലെയല്ല നിൽക്കുന്നത്, പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല ഷേപ്പിലെത്തുവേ. ഇത് പറിക്കാം അല്ലേ അവനെ? ഇത് പറിക്കാം ഞാനേ.
പക്ഷേ ഇത് പഴുത്തതും ഒന്നും അല്ല കേട്ടോ, വെറും പച്ച ഒരു സൈഡേ ഉള്ളൂ ചുമന്ന് വരുന്നത് കണ്ടോ. ഇത് വെറും പച്ചയെന്ന് വെച്ചാൽ വെറും പിഞ്ചു കുഞ്ഞുങ്ങളവർ, ബേബീസ് അവർ കേട്ടോ. വരുമ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയുടെ ഓർമ്മ വന്നതാ. ചെറിയ കറചവയുണ്ട് കേട്ടോ, മാങ്ങയുടെ വരുവാണ്. ചെറിയ കറ, പുളിയുണ്ട്. ശക്കലം കൂടെ വരെയൊക്കെ നമുക്ക് അച്ചാറിടാം, നല്ലതായിരിക്കും. മാങ്ങ അച്ചാർ വരെ. പക്ഷെ നമ്മുടെ ഒരു പേരയ്ക്ക മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു എപ്പോഴും ഇത് കേട്ടോ. ഉണ്ണിക്കുട്ടനെ കാത്തിരിക്കുകയാണ് ഒരാള്. ഉണ്ണി വന്നു കഴിഞ്ഞു. ഇനി ഒരു ജമ്പിങ് ഉണ്ട്. ഉണ്ണിപ്പായ്ക്ക് മാത്രമുള്ള ജമ്പിങ് അത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോകുന്നതാണ്. കാരണം നമുക്ക് GP ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ഫാമിലി ഡോക്ടേഴ്സ് എന്ന് വേണേൽ പറയാം. അവർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാർമസിയുടെ മുന്നിൽ പോയി ഞാൻ ക്യൂ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഫാർമസി. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ ഈ പള്ളി എന്ന് പറയുന്നത്. ഒത്തിരി പുരാതനമായൊരു പള്ളിയാണ്. നിങ്ങൾ കണ്ട കരിങ്കല്ലിൽ കെട്ടി തീർത്താണ്. നമ്മളെന്നും ഇതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ല. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന് കൂടുതൽ മനോഹാരിത എനിക്ക് തോന്നിയത്. ഭയങ്കര രസമാണ് കാണാൻ. നോക്കി, കരിങ്കല്ലിൽ തീർത്ത പള്ളിയാണ്. അപ്പോൾ ഞാൻ പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിച്ച് എൻ്റെ ഓപ്പോസിറ്റ് വന്നേക്കാണ്. ഇതിൻ്റെ അടുത്താണ് ഞാൻ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ എത്ര പഴയതാണെന്ന് നോക്കിയാൽ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാക്കുള കൊട്ടാരമൊക്കെ പോലെ നമുക്ക് തോന്നത്തില്ല എന്ന് പറയുന്ന പോലെ എത്ര കരിങ്കല്ല് കേട്ടോ. നല്ല പള്ളിയാണ്. എന്നാൽ ആൾക്കാർ വളരെ കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. കൂടുതലും വെഡ്ഡിങ്സ് ഒക്കെ നടക്കുന്നത് ഞാനിവിടെ കാണുന്നത്. അത്രയും പുരാതനമായ പള്ളിയല്ലേ, അപ്പം നല്ല രസമാണ് വെഡ്ഡിങ് ഒക്കെ ഇവിടെ നടക്കുമ്പം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടോ എത്ര പഴക്കമാണെന്ന് നോക്കി പള്ളിക്ക്. ഇതൊക്കെ ഒത്തിരിയും വർഷങ്ങൾ കാണും. എനിക്ക് അതിൻ്റെ അകത്ത് പോയി എടുക്കാൻ പറ്റത്തില്ലല്ലേ, കാണാമായിരുന്നു എത്ര വർഷം മുന്നേ ഇത് പണിതാന്നൊക്കെ. ഞാൻ അകത്ത് കയറിയില്ല. കണ്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ വരികയാണ്. ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് നിങ്ങൾക്ക് കാണാം. ചുമ്മാ ആൾക്കാർ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ അതിനോട് ചേർന്ന് വേറൊരു പള്ളിയും കാണുന്നുണ്ട്. പക്ഷേ അതും ഇതുപോലെ തന്നെ കരിങ്കല്ലിൽ പണിതേക്കുക കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇരുണ്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും, ഈ കല്ലായതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. അതിനകത്തൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ആട്ടെ ഈ സീസൺ ഒന്ന് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് പല പല കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് റിക്വസ്റ്റുകളുണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണം. ഈ പള്ളി കണ്ടോ, ഭയങ്കര വലിയ പള്ളിയാണ്. അവിടുന്ന് നടന്നു വരുമ്പോൾ എൻ്റെ പൊന്നു ആദ്യം നഴ്സറി എന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുമ്പം. ഇതാണ് അവിടെ പഠിച്ച നഴ്സറി. പക്ഷേ അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത് ജസ്റ്റ് ഒരു നഴ്സറി മാത്രമായിരുന്നു. ഇപ്പോൾ അവരവിടുന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഞാനിവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, കടയിൽ പോയായിരുന്നു കേട്ടോ. കടയിൽ പോയപ്പോഴേക്ക് ഒരു ചെറിയ കട ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് വരെ പോയതാണ്. അപ്പം പിള്ളേരുടെ പാസ്പോർട്ടൊക്കെ എക്സ്പയർ ആയി. എന്നാൽ പിന്നെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അത് അയച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവിടെ പാല് വാങ്ങണമല്ലോ. അപ്പോൾ എൻ്റെ ബാക്കി വന്നപ്പോഴേക്കും 1 പൗണ്ട് മിച്ചം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ലോട്ടറി നിൽക്കാം, ലോട്ടറിക്കാരനെ എൻ്റെ മുന്നോട്ട് പറ്റും. ചുമ്മാ സ്ക്രാച്ച് കാർഡില്ലേ ഇവിടുത്തെ സ്ക്രാച്ച്, 1 പൗണ്ട്. ഞാൻ സുരേഷിനെ കാണിച്ചപ്പോൾ സുരേഷ് കണ്ടിട്ട് 1 പൗണ്ടിൻ്റെ മച്ചാനാണോ നീ വന്നതെന്ന് ചോദിച്ചു. ചുമ്മാ ഒരു രസം. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പല വിലയുടേത് കിട്ടും കേട്ടോ. 5 പൗണ്ട് 10 പൗണ്ടിൻ്റെയൊക്കെ സ്ക്രാച്ച് കാർഡുകൾ കിട്ടും. ഇതാണ് ഏറ്റവും ചീപ്പർ 1 പൗണ്ട്. ഇത് നമ്മൾ കണ്ടോ മാച്ച് 3 to win. അപ്പം ഒരേ നമ്പർ, ഇപ്പോൾ 1 പൗണ്ട് ആണെങ്കിൽ 1 പൗണ്ട് കിട്ടിയാൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 1 പൗണ്ട് വിന്നാവും. ഇപ്പം 1000 പൗണ്ട് ഇപ്പോൾ 3 സ്ഥലത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1000 പൗണ്ട് നമുക്ക് വിന്നാവുമെന്നാണ് പറയുന്നത്. എന്തായാലും ചുമ്മാ ഒരു ഫണ്ടിന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നിങ്ങൾ കാണാത്തവരുണ്ടാവല്ലോ. വാവ്, എത്ര ഉണ്ണിക്കുട്ടൻ അടച്ചപ്പോൾ 5000 പൗണ്ട് കിട്ടിയിരിക്കുന്നു. അടുത്ത ഞാൻ അരക്കട്ടെ. 2 5000 രൂപ കണ്ടാൽ ഞാൻ ഇത് അരയ്ക്കാമേ. ഓക്കെ, അരക്കട്ടെ. ഓക്കെ. അയ്യോ അവിടെ ഒന്നും ഇല്ലാത്ത. അയ്യോ അല്ല ഇതായിരിക്കുന്ന. അയ്യോ നിനക്കൊരു 5 രൂപയുടെ സ്ക്രാച്ച് കാർഡ് വാങ്ങിക്കാൻ പറ്റായിരുന്നോ? പക്ഷേ 5 രൂപയേ ഉള്ളൂ. നീ സുരേഷ് അരച്ച കുറിച്ചേ ഒരു ഫണ്ടിനാട്ടോ. ഞാനത് മൊത്തം ആണോ? എന്നാ 1 മിനിറ്റ് കൈവിട്. ഞാനത് 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. സുരേഷ് 1000 ആയിട്ട് വർദ്ധിപ്പിച്ചേക്കുന്നു. ഉണ്ണിക്കുട്ടൻ ഏതാ അരയ്ക്കുന്നത്? സുരേഷ് അരച്ചതും 1000 വന്നിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ അരച്ചപ്പോഴും 1000 വന്നിട്ടുണ്ട്. 1000 കിട്ടിയാൽ നമുക്ക് 1000 കിട്ടും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെയോ ഒന്നെങ്കിൽ 5000 അല്ലെങ്കിൽ 1000. നമുക്ക് 1 പൗണ്ട് പോലും കിട്ടുന്നില്ല.
അപ്പം ഇത് ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് നോക്കിയാൽ സംഭവം ചീറ്റി പോയിരിക്കുന്നു. അതന്നെ 5 പൈസ പോലും ഇല്ലാതെ നമ്മൾ ചീറ്റി പോയിരിക്കുന്നു. ഇനി താഴെ ഒരു കുളം കൂടെ കാണിക്കുന്നുണ്ടല്ലോ, മൾട്ടിപ്പിൾ. If you win, you multiply the thing. ഓക്കെ, അവിടെ 1 പൗണ്ട് കിട്ടിയ ഇവിടെ 3 ആവുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മാക്സിമം അടിച്ചേക്കുന്ന 50 പൗണ്ടാന്ന് തോന്നുന്നു. പണ്ടത്തെ 1000ന്റെ കേസ് കിട്ടോ? ഇല്ല, അതെനിക്കുണ്ട്. അത് ഞാൻ പറയട്ടെ, 1000 പൗണ്ട് സുരേഷ് ഇപ്പോഴും, ഞാൻ സുരേഷ് അടിയുണ്ട്. ചുമ്മാ പറയുന്ന കേസ് കേട്ടോ. ഉള്ള കാര്യമാണ്, ഉള്ള കാര്യമാണ് കേട്ടോണം. അത് ഞാൻ ഇന്നും മറന്നിട്ടില്ല. അത് 100% ഞങ്ങളുടെ പൈസ 1000 പൗണ്ട് പോയതാ. അതും പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കും. ഞാൻ പറയാം, ആദ്യം ഞങ്ങൾ എടുത്തപ്പോൾ 5 പൗണ്ട് എടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ചെന്നപ്പോഴേക്കും നമ്മൾ 1 എടുത്തപ്പോൾ 50 അടിച്ചു. ഭയങ്കര ത്രില്ല. അപ്പം ഞങ്ങളുടെ വിചാരം ആയിരിക്കുന്നതിനകത്ത് മുഴുവൻ പൈസ എന്നുള്ള രീതി കേട്ടോ. 50 അടിച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വീണ്ടും പോയി വീണ്ടും എടുത്തു. ഒരെണ്ണം കൂടെ അന്ന് തന്നെ എടുത്തു. ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ആക്രാന്ത മൂത്തിട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിനകത്ത് പറയുന്നത് മാച്ച് 3 to win ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നോക്കുമ്പം 1000 പൗണ്ട് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ റോയിൽ 1000, രണ്ടാമത്തെ റോയിൽ 2 എണ്ണം വന്നു, മൂന്നാമത്തെ റോയിൽ ഇല്ല. അപ്പം 1000 പൗണ്ട് 3 പ്രാവശ്യം കണ്ടു. അപ്പോൾ സുരേഷ്, നമ്മൾ ആദ്യ സമയങ്ങളതെ, അപ്പോൾ സുരേഷ് പറയണേ, ഞാൻ പറഞ്ഞു സുരേഷ് വിന്നായി, 3 to win. അപ്പോൾ സുരേഷ് പറഞ്ഞു പൊടി വരുന്നു, വേറെ പണിയൊന്നുമില്ല എടി, അതൊന്ന് പറയുന്നത് ഒരു റോയിൽ 3000 എന്നാണ്. സുരേഷ് അപ്പതേ അതെടുത്ത് കീറിക്കളയാൻ കൂടെ ചെയ്യുന്നുള്ള രസമേ. പക്ഷെ എന്നാൽ കടയിൽ ചോദിക്കുക ഒന്നും ചെയ്തില്ല. എനിക്ക് 100% ഉറപ്പ് 1000 പൗണ്ട് പോയിരുന്നു. അത് അന്നും ഞാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുവേ. സുരേഷ് പറയും ഇല്ലെന്നാ പറയുന്നത്. സുരേഷ് പിന്നെയും പറയും, പക്ഷെ ഇല്ല, സത്യമായിട്ടും അത് 1000 പൗണ്ട് പോയതാ. അതിനെപ്പറ്റി എന്നാ പറയാനുള്ളത്? 2000 ഒരു 10,000 ആയിരുന്നു ഇവൾക്ക് കണ്ടപ്പം. അല്ല 3000 ഞാൻ കണ്ട. സുരേഷ് പറയാം അവർക്ക് തന്നെ വട്ടാണോ രണ്ടാമത്തെ പ്രാവശ്യം അടുപ്പിച്ച് വെക്കാൻ വേണ്ടി 3 എണ്ണം ഇന്ന റോയാണ്. അതൊരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷെ ഇപ്പോഴത് പറഞ്ഞ് ഇപ്പം അടിയുണ്ടാക്കും. കാണുന്ന ഭാഗത്ത് പിള്ളേർ പുല്ലുപറി തുടങ്ങിയതായിരുന്നു. ഇനി അവിടുത്തെ പുല്ല് മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അവിടെ അവിടെ എന്താണ് ചെടി കിളിക്കുന്നില്ല, ഊടലാന്ന് തോന്നുന്നു. ഊടലെന്ന് പറഞ്ഞാൽ അറിയാം, വെയിലധികം കിട്ടാത്ത ഭാഗമാണ്, ഇച്ചിരി എങ്ങനെ നിൽക്കത്തോളം തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ എല്ലാം മറിച്ച് മാറ്റിയിട്ട് നമുക്ക് അവിടെ വീണ്ടും ചരലിടാം. ഇപ്പോൾ ചരലൊക്കെ വരാൻ പാടാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൻ്റെ അങ്ങേ കോർണറിൽ നമ്മൾ കുറച്ച് ഭാഗം ക്ലിയർ ചെയ്തിട്ട് അവിടെ ചെടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണെല്ലാം കൂടെ വാരിയിട്ട് ഇവിടെ കൊണ്ടിടാൻ തൽക്കാലം. അതിനുശേഷം ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് എളുപ്പമുണ്ടല്ലോ, ജസ്റ്റ് അങ്ങോട്ട് തട്ടിയാൽ മതി. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനൊപ്പം എല്ലാ കെട്ടിയന്മാർക്കും പരീക്ഷിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഒരു ചാനൽ തുടങ്ങുക, വീഡിയോ എടുക്കുക എന്ന് പറയുക. ഭാര്യ എല്ലാ പണിയും ചെയ്തോളും, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ഇപ്പം അവിടെ കിടന്ന് തൂമ്പാക്കി മണ്ണ് വരുന്ന കണ്ടോ, ഒരു പരാതിയില്ല, പരിഭവവും. ഏതാണെങ്കിലും ഞാനൊന്ന് പോയി ഹെൽപ്പ് ചെയ്തേക്കാം. എന്ത് തോന്നുന്നു? നല്ല കട്ടപ്പണിയാണ് ഈ നിമിഷം. ഇതുപോലുള്ള കട്ടപ്പണി ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും വണങ്ങുന്നു. കാരണം അത്രയ്ക്ക് ഹെവി ആയിട്ടൊരു വർക്കാണ്. ദൈവമേ, മെറ്റൽ പണിക്ക് പോകുന്ന മനുഷ്യരൊക്കെ ഇപ്പോൾ ഓർക്കും, റോഡ് പണിയൊക്കെ അല്ലേ. ഓ മൈ ഗോഡ്, ബ്ലെസ് ദം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഇതിനൊരു 4 സുനാമണി, ഇതിനെന്നെ പറഞ്ഞേ, ഇതിനൊരു 4 എണ്ണം, ഇത് 4ാമത്തെ ആയതേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ പരിപ്പിളകി വെടുക്കെട്ട് തീർത്തെന്ന് തന്നെ പറയാം. ഒരു കോഴിച്ച് ഇങ്ങനെ വരുമ്പോഴേ അയ്യോ ഭയങ്കര പാടാണ് കേട്ടോ. എത്ര ഹാർഡ് വർക്ക് അവരൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കും.
ഇവനാണ് ആ ഓക്കെ കവലിയർ കിങ് ചാൾസ് എന്നാണ് ഇവന്റെ പേര്. ഇവന് യുകെയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവന് ബ്രിട്ടനിൽ ഇവനൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. ഇവന് എവിടെ വേണമെങ്കിലും ഇവന് പോകാൻ പറ്റും യുകെയിൽ. ഇവനെ ആരും തടയത്തില്ല. ഇവൻ കിങ് ചാൾസ് ആണ്. പക്ഷെ ആ നിയമം ഇപ്പൊ എനിക്ക് തോന്നണേ കുറച്ചാൾ മുമ്പ് എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു ആ നിയമം. ഇപ്പൊ നിയമം ഉണ്ടോ എന്ത് ഡേഞ്ചറെ? ഇല്ല അല്ലേ? നേരത്തെ ഇവനെ നമ്മുടെ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ പോലും തടയരുത് എന്നൊരു ഇതുണ്ടായിരുന്നു. ആരും അങ്ങനെ പോകത്തൊന്നുമില്ല. ക്വീൻ എലിസബത്തിന്റെ കൈക്കും കാലിനും ഒക്കെ വാമപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ലാപ്ഡോഗ ഇത് അവരുടെ ഇതില് ഇങ്ങനെ പുള്ളിക്കാരത്തിന്റെ അടുത്ത് മടിയിൽ വെക്കാൻ വേണ്ടിട്ട് മേടിച്ച ഡോഗ ആണോ? അതുകൊണ്ടാണ് ഇവനെ കിങ് ചാൾസ് എന്ന് പേരിട്ടെ. ഓക്കെ ഓക്കെ. ഇവനെങ്ങനെ പ്രിവിലേജ് ഉള്ള ഒരു പട്ടിയാണ്. എടാ നിനക്ക് വല്ലതും പറയാനുണ്ടോ അതിനെ പറ്റി? നിനക്ക് വല്ല അഭിപ്രായം പറയാനുണ്ടോ? സ്ലീപ്പിംഗ് മൂഡിലാണ്. നീ ഒരു ബൈ പറഞ്ഞ ഞാൻ പോട്ടെ. നീ ഒരു ബൈ പറ. അങ്ങോട്ട് ഫേസ് ചെയ്യടാ. അയ്യോ ഓടല്ലേ. ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെതർ എന്ന് വെച്ചാൽ സൂപ്പർ ഡീപ്പർ വെതറാണ്. നമ്മുടെ ഗാർഡനിൽ ചെറുതായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി ഇച്ചിരി ഐറ്റംസ് വേണം. അതിനുവേണ്ടിയുള്ള പോക്കിലാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. ഇനി എല്ലായിടത്തും ഭയങ്കര തിരക്കൊക്കെയാന്ന് തോന്നുന്നു. ഇച്ചിരി വെട്ടം വെളിച്ചൊക്കെ വെച്ചപ്പോൾ ആൾക്കാർ പതുക്കെ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടും ഉള്ളൂ. പിള്ളേർ വീട്ടിലാണ്. ഇവിടെ അടുത്ത് തരണം ഷോപ്പ്. ഡ്യൂട്ടിക്ക് പോകുന്ന വഴികളാട്ടോ ഇത്. സ്ഥിരം ഡ്യൂട്ടിക്ക് പോകുന്ന വഴികളൊക്കെയാണ് ഇത് കാണുന്നത്. ഞാനിവിടുന്ന് റൈറ്റ് എടുത്തൊരു പോക്കാണ്. ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും ഓരോ റൂട്ട് മാറുന്നതനുസരിച്ച് വീടുകളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വേറെ രീതിയിലെ വീടുകളായിരിക്കും. ഇവിടെ വണ്ടികൾ വിൽക്കാനിട്ടേക്കുന്ന ഇവിടുന്ന് വണ്ടിയൊന്നും ഇല്ല. ഒരു ചെറിയ എന്തോ ഒരു സംഭവം. നോക്കൂ, നമ്മുടെ സ്വാൻസിയുടെ വേറെ ഒരു ഏരിയയാണ് വിക്സ്. നിങ്ങൾക്ക് കാണാം വിക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഷോപ്പിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അവിടെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിയാനുള്ള കാര്യങ്ങളും എല്ലാം കിട്ടുന്നൊരു കടയാണ്. ഇതാണ് റൗണ്ട് അബൌട്ട്. സി ചെറിയ റൗണ്ട് ബോട്ട് കേട്ടോ. വലിയ റൗണ്ട് ബോട്ടൊക്കെ ഒരു 1.5 റൗണ്ട് ബോട്ട്സ് ആണ് ഇവിടുത്തെ. രസവാ. ഇതാണ് വിക്സ്. 10 മൈൽസ് പെർ അവർ പോകാനാണ് പറഞ്ഞേക്കുന്നത്. ചേട്ടാ സ്പീഡ് കുറയ്ക്കുമോ? ഇതാണ് വിക്സ്. ഓക്കെ, അതപ്പോൾ നമ്മൾ കടയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ എല്ലായിടത്തും ക്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാർ പാർക്കിലേക്ക് പോവുകയാണ്. പുറത്ത് പോയി നമ്മൾ വരുന്ന വഴിക്ക് ഫിഷ് ആൻഡ് ചിപ്സ് കട തുറന്നിരിക്കുന്നുണ്ട്. ചാടിക്കയറി ആക്രാന്തപ്പെട്ടു. കുറേ നാളായല്ലോ നമ്മൾ വാങ്ങിച്ചിട്ട്. ഉണ്ണിക്കുട്ടന് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. പൊന്നുമണിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഉണ്ണിക്കുട്ടനാണ് തിന്നുന്നത്. പക്ഷേ ഇവരെല്ലാത്തിനും പ്രൈസ് കൂട്ടി കേട്ടോ. ലാർജ് ഫിഷും ചിപ്സ് സ്മോൾ ആയിരുന്നു അവർ പറഞ്ഞു. അവർക്ക് മിസ്റ്റേക്ക് എടുത്താണ്. 7 പൗണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് പൈസ 1 പൗണ്ടിലും കൂട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തലയുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടുത്തല്ലേ ഉണ്ണിപ്പി? ഉണ്ണിപ്പിടി ഒത്തിരി കഷ്ടപ്പെട്ടോ? മോന് മടുത്തു പോയി ഇന്നത്തെ ദിവസം? ഇല്ലേ? അവൻ ഇനി എനർജി ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.